നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തോട്ടടിയിൽ അന്തർ സംസ്ഥാന ബസ്സും മീൻ ലോറിയും കൂട്ടിയിടിച്ചു. ഒരു മരണം, 25ഓളം പേർക്ക് പരിക്ക്. മരിച്ചത് കാഞ്ഞങ്ങാട് സ്വദേശി അഹമ്മദ് സാബിഖ്. വ്യാജ മാധ്യമ പ്രവർത്തനത്തിനെതിരെ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ. മറുനാടിനെ സംരക്ഷിക്കുന്ന സുധാകരന്റേത് ഇരട്ടത്താപ്പെന്ന് വി കെ സനോജ്. അധമ പ്രവർത്തനമാണ് ഷാജിന്റേതെന്ന് സനോജ്. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് യാഥാർത്ഥ്യത്തിലേക്ക്. ഈ മാസം 15-ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. യാഥാർത്ഥ്യമായത് മലയോര ജനതയുടെ ചിരകാല അഭിലാഷം. വാർത്തകൾ വിശദമായി. ദേശീയപാത തോട്ടടയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 25 പേർക്ക് പരിക്കേറ്റ അപകടത്തിൽ ഒരു മരണവും സംഭവിച്ചു. മരിച്ചത് കാഞ്ഞങ്ങാട് ഞാണിക്കടവ് ഒഴിഞ്ഞവളപ്പ് സ്വദേശി അഹമ്മദ് സാബിഖ്. പുലർച്ചെയായിരുന്നു മംഗലാപുരത്ത് നിന്നും വന്ന കല്ലട ബസ്സും തലശ്ശേരിയിൽ നിന്നും വന്ന മീൻ ലോറിയും കൂട്ടിയിടിച്ച് നാടിനെ നടുക്കിയ അപകടം നടന്നത്. ഇന്ന് പുലർച്ചെ കണ്ണൂർ തോട്ടടയിലാണ് മംഗളൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന കല്ലട ബസ്സും തലശ്ശേരിയിൽ നിന്നും മീൻ കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ബസ് യാത്രക്കാരനായ കാഞ്ഞങ്ങാട് പടന്നക്കാട് സ്വദേശി അഹമ്മദ് സാബിഖ് മരിച്ചു. 25ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണെന്നുമാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ മറ്റൊരു സ്ത്രീക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി. മറ്റു പലരുടെയും പരിക്ക് നിസ്സാരമായിരുന്നതിനാൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം നടന്നത്. യാത്രക്കാരിൽ പലരും നല്ല ഉറക്കത്തിൽ ആയിരുന്നു. അപകടത്തിൽപ്പെടുന്നതിന് കുറച്ചു മുമ്പാണ് ഭക്ഷണം കഴിക്കുന്നതിനായി ബസ് നിർത്തിയത്. ശേഷം പത്തനംതിട്ടയിലേക്ക് പോകുകയായിരുന്നു ബസ്. നാട്ടുകാരും ഫയർ യൂണിറ്റും സ്ഥലത്ത് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന് ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. 2 ദിവസങ്ങളിലായി ജില്ലയിൽ അപകട പരമ്പരകളാണ് നടക്കുന്നത്. മട്ടന്നൂരിൽ KSRTC ബസ്സിടിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പാലോട്ടുപള്ളി BMF സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് റിദാനാണ് മരിച്ചത്. രാവിലെ സ്കൂൾ ബസ്സിൽ കയറാൻ പോകുമ്പോഴായിരുന്നു അപകടം. കൂത്തുപറമ്പ് കൈതേരിയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് വീട്ടുമതിലിൽ ഇടിച്ച് നിരവധി പേർക്ക് പരിക്ക്. സ്കൂൾ ബസ്സിൽ കയറാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു 7ാം ക്ലാസ് വിദ്യാർത്ഥി KSRTC ബസ്സിടിച്ച് മരിച്ചത്. മട്ടന്നൂർ കുമ്മനാത്തെ മുഹമ്മദ് റിദാനാണ് ചൊവ്വാഴ്ച മരിച്ചത്. പാലോട്ടുപള്ളി VVM സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂൾ ബസ്സിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വന്ന KSRTC ബസ് ഇടിക്കുകയായിരുന്നു. അതേസമയം കൂത്തുപറമ്പ് കൈതേരിയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ട് 10 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് സമീപത്തെ വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ദേശീയപാത തളിപ്പറമ്പ് 7ാം മൈലിൽ ഓട്ടോറിക്ഷയിൽ ബസ്സിടിച്ച് ഓട്ടോ മറിഞ്ഞു. ഓട്ടോയിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം. തളിപ്പറമ്പ് 7ാം മൈലിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഓട്ടോയുടെ പിറകിലാണ് അതേ ഭാഗത്തേക്ക് പോകുന്ന ബസ് ഇടിച്ചത്. ഒരു കാറിനെയും 2 ബൈക്കുകളെയും മറികടന്ന് എത്തിയ ബസ്സാണ് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഓട്ടോയിൽ ഇടിച്ചത്. ഓട്ടോ തല കീഴായി മറിഞ്ഞു. ഡ്രൈവറും യാത്രക്കാരായ മറ്റു 2 പേരും ആയിരുന്നു ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ഇവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോട്ടടിയിൽ അന്തർ സംസ്ഥാന ബസ്സും മീൻ ലോറിയും കൂട്ടിയിടിച്ചു. ഒരു മരണം, 25ഓളം പേർക്ക് പരിക്ക്. മരിച്ചത് കാഞ്ഞങ്ങാട് സ്വദേശി അഹമ്മദ് സാബിഖ്. വ്യാജ മാധ്യമ പ്രവർത്തനത്തിനെതിരെ ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ. മറുനാടിനെ സംരക്ഷിക്കുന്ന സുധാകരന്റേത് ഇരട്ടത്താപ്പെന്ന് വി കെ സനോജ്. അധമ പ്രവർത്തനമാണ് ഷാജിന്റേതെന്ന് സനോജ്. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് യാഥാർത്ഥ്യത്തിലേക്ക്. ഈ മാസം 15-ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. യാഥാർത്ഥ്യമായത് മലയോര ജനതയുടെ ചിരകാല അഭിലാഷം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി.
പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രചാരണം നടത്തുന്ന മഞ്ഞപ്പത്രങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ സുധാകരനും BD സതീശനും സ്വീകരിക്കുന്നതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. കണ്ണൂരിൽ DYFI ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ വിരുദ്ധത പറഞ്ഞും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിച്ചും പ്രവർത്തിക്കുന്ന മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ സംരക്ഷിക്കുന്നത് കെ സുധാകരനാണ്. ഒരു മാധ്യമമായി പോലും കണക്കാക്കുന്നില്ല എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞ സ്ഥാപനമാണ് മറുനാടൻ മലയാളി. അധമപ്രവർത്തനമാണ് ഷാജൻ നടത്തുന്നത്. അദ്ദേഹത്തിന് ഒളിവിൽ കഴിയാൻ സഹായം ചെയ്യുന്നത് സുധാകരനാണ് എന്നും VK സനോജ് പറഞ്ഞു. മഞ്ഞപത്രമെന്ന് വിശേഷം നൽകിയിട്ടുള്ള മറുനാടൻ മലയാളി ആ മറുനാടൻ ഷാജൻ സക്കറിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക. നിരവധി ആളുകളുടെ ജീവിതം തകർത്ത സ്ത്രീവിരുദ്ധമായ അങ്ങേയറ്റം ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇടപെടലുകൾ മാത്രമാണ് ഈ മഞ്ഞപത്രം ഇത്രയും കാലം ഇവിടെ നടത്തിയത്. ആ മഞ്ഞപത്രം അവരുടെ ചെയ്തിയുടെ ഭാഗമായിട്ട് നിയമപരമായ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. നിരവധി ആളുകൾ കേസ് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെടുന്നു. അയാൾ മുങ്ങുകയാണ്. അപ്പൊ മുങ്ങിയ ഈ ഷാജൻ സക്കറിക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് KPCC പ്രസിഡന്റ് വരികയാണ്. ലീഗിനെ തള്ളിയും മറുനാടനെ സംരക്ഷിച്ചും മുന്നോട്ടു പോകുന്ന സുധാകരന്റെ നിലപാടാണോ മറ്റു കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നും ഇത്തരം മാധ്യമ പ്രവർത്തനത്തിനെതിരെ DYFI ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും സനോജ് പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി കിട്ടുന്ന തുക കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ശുചിമുറിയോടുകൂടിയ വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയുടെ ചിരകാല അഭിലാഷമായ നടുവിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ജൂലൈ 15-ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ഫണ്ടുകളിൽ നിന്നും 8 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് സ്ഥാപനം യാഥാർത്ഥ്യമായത്. ചടങ്ങിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ MS, കെ സുധാകരൻ MP, ജോൺ ബ്രിട്ടാസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. 2016 മുതൽ AICTE അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും 2022-ലാണ് പ്രവർത്തന അനുമതി ലഭിച്ചത്. ഈ വർഷം സർക്കാർ 35-ലധികം പുതിയ തസ്തികകൾ പോളിടെക്നിക്കിനായി അനുവദിച്ചു.
ഫർണിച്ചറുകളും ഉപകരണങ്ങളടക്കമുള്ള ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ആധുനിക സൗകര്യങ്ങളുടെ സ്വന്തം കെട്ടിടത്തിൽ ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏറെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 7 വർഷത്തിലധികം ജനങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് നടുവിൽ പോളിടെക്നിക് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 2013 ആരംഭിച്ചിട്ടുള്ള അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല താമസങ്ങളും പല കാരണങ്ങളാലും അല്പം വൈകിയാണ്. കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടും AICTEയുടെ അംഗീകാരം ലഭിക്കാത്തത് മൂലവും ആവശ്യമായ തസ്തികകൾ അനുവദിക്കാനുണ്ടായിട്ടുള്ള കാലതാമസവുമാണ് പോളിടെക്നിക് ഉദ്ഘാടനം ചെയ്യാൻ വൈകാൻ കാരണമായിട്ടുള്ളത്. ഏതായാലും സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹകരണത്തെയും സർക്കാരിൻ്റെ പ്രത്യേകമായ അനുമതികളെയും നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. ഏറ്റവും ഡിമാൻഡുള്ള ഓട്ടോമൊബൈൽ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകളാണ് ഇവിടെ തുടക്കത്തിൽ അനുവദിച്ചിട്ടുള്ളത്. മുൻ ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് KC ജോസഫ്, AK ആന്റണി MP എന്നിവരുടെ ഫണ്ടുകളും ഗവൺമെന്റ് പ്ലാൻ ഫണ്ടുകളും ഉൾപ്പെടെ 8 കോടിയിലധികം രൂപ ഇതിനകം ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിനും ഉപകരണം വാങ്ങുന്നതിനും ലഭ്യമായിട്ടുണ്ടെന്നും സജീവ് ജോസഫ് MLA അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളിൽ, പ്രിൻസിപ്പൽ KM ശിഹാബുദ്ദീൻ, MC പ്രകാശൻ, V പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വനിതാ ഘടക പദ്ധതികളുടെ ഫലപ്രദമായ വിനിയോഗം എന്ന വിഷയത്തിൽ വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. ശിക്ഷക് സദൻ ഹാളിൽ നടന്ന ശില്പശാല കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വനിതകൾക്ക് കൈത്താങ്ങാവുന്നതിനും സാമ്പത്തിക സ്വാശ്രയത്വത്തിലൂടെ സ്ത്രീകളെയും സമൂഹത്തിന്റെ സുസ്ഥിര വികസനത്തിൽ പങ്കാളികളാക്കുന്നതിൽ ഇടപെടലുകൾ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടത്തിവരുന്നുണ്ടെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് വനിതകളുടെ സംസ്ഥാനം. സ്ത്രീ ശാക്തീകരണം. ഈ സ്ത്രീ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു സാമൂഹ്യ മാറ്റമാണ്. സാമ്പത്തിക മാറ്റത്തിൻ്റെ മുന്നോടിയായി സ്ത്രീ സമൂഹത്തിൻ്റെ കരുത്തും ശക്തിയും ഏതെല്ലാം സമൂഹത്തിൻ്റെ കർമ്മതലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പ്രായോഗികമായ നിർദ്ദേശങ്ങളും പരിശോധന നടത്തി കേരളം അതിന് മുൻപന്തിയിലാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രത്നകുമാരി KK അധ്യക്ഷത വഹിച്ചു. KSWDC ഡയറക്ടർ VK പ്രകാശിനി സ്വാഗതം പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CM കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, കോഴിക്കോട് മേഖലാ മാനേജർ ഫൈസൽ മുനീർ K തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് KSWDC പദ്ധതികളെക്കുറിച്ചുള്ള അവതരണം, വനിതാ ഘടക പദ്ധതികളുടെ ഫലപ്രദമായ വിനിയോഗം, ആർത്തവ ശുചിത്വ അവബോധ ക്ലാസ് എന്നിവയും നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി. സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം. കണ്ണൂരിൽ 1 മണിക്കൂറിലേറെ പിടിച്ചിട്ടത് കാരണം വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത പലർക്കും യാത്ര മുടങ്ങി. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വഴിയിൽ കുടുങ്ങിയത്. 1 മണിക്കൂറിലേറെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പിടിച്ചിട്ടത്. എഞ്ചിൻ പ്രവർത്തിക്കാത്തതാണ് ട്രെയിൻ വഴിയിൽ കുടുങ്ങാൻ കാരണമെന്നാണ് വിവരം. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് ട്രെയിൻ പിടിച്ചിട്ടതെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു. 1 മണിക്കൂറിലേറെ പിടിച്ചിട്ട ട്രെയിൻ 5 മണിയോടെയാണ് കണ്ണൂരിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചത്. 3:30 പുറപ്പെടേണ്ട ട്രെയിൻ 5 മണിക്ക് ശേഷമാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഇലക്ട്രിക് ഡോർ അടയാതിരുന്നതാണ് പ്രശ്നമായതെന്നാണ് റെയിൽവേ പറയുന്നത്. എന്നാൽ കംപ്രസർ തകരാറിനെ തുടർന്ന് ട്രെയിനിന്റെ എഞ്ചിൻ ഓഫായി. AC പ്രവർത്തിക്കാതെ വന്നതോടെ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ ബുദ്ധിമുട്ടി. വിമാന സമയം നോക്കി ട്രെയിനിൽ കയറിയ ചിലർക്ക് വിമാനങ്ങൾ കിട്ടാത്ത സ്ഥിതിയായെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുന്നു. മഴക്കെടുതികളിൽ 42 മരണം. മലയാളികളടക്കം നിരവധി വിനോദസഞ്ചാരികൾ ഹിമാചലിൽ കുടുങ്ങി. ഇവർ സുരക്ഷിതരാണെന്നാണ് ലഭിക്കുന്ന വിവരം.
ഉത്തരേന്ത്യയിൽ കനത്ത മഴയിൽ മരണം 42ആയി. കനത്ത മഴയിൽ യമുന നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഹരിയാനയിലും ദില്ലിയിലും കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിൽ ചമോലി നദിയും കരകവിഞ്ഞൊഴുകുകയാണ്. ഹിമാചൽ പ്രദേശിലെ 7 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലയാളികളടക്കം നിരവധി വിനോദസഞ്ചാരികൾ ഹിമാചലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർ സുരക്ഷിതരാണെന്നും ഹോട്ടൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഹിമാചൽ സർക്കാർ അറിയിച്ചു. കുളു, മണാലി എന്നിവിടങ്ങളിൽ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. 24 മണിക്കൂർ നേരത്തേക്ക് പുറത്തിറങ്ങരുതെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5445 രൂപ. 8 ഗ്രാം സ്വർണത്തിന് 43,560 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ. അറിയിപ്പ്. കാലവർഷക്കെടുതിയിൽ കൃഷിവിള നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം. അതാത് കൃഷിഭവനിലാണ് അപേക്ഷിക്കേണ്ടത്. കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിൽ എത്തി പരിശോധിച്ച് നഷ്ടം വിലയിരുത്തും. പ്രകൃതി ദുരന്തത്തിന്റെ ഗണത്തിൽപ്പെടുത്തി അതിന്റെ നിരക്കിലുള്ള തുക കർഷകർക്ക് ലഭിക്കും. വിള ഇൻഷുറൻസ് ഉള്ളവർക്ക് ആ നിരക്കിലുള്ള തുകയും നഷ്ടപരിഹാരമായി ലഭിക്കും. കൃഷിനാശം നേരിട്ട കർഷകന് 10 ദിവസത്തിനകം പ്രകൃതിക്ഷോഭം കൊണ്ടുള്ള നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാം. എയിംസ് എന്ന പോർട്ടലിലൂടെ ഓൺലൈനായും അപേക്ഷകൾ നൽകാം. കണ്ണൂർ കോർപ്പറേഷൻ 2023-24 വാർഷിക പദ്ധതിയിലെ കാർഷിക മേഖലാ പ്രൊജക്ടുകളിൽ ഉൾപ്പെടുന്ന കൃഷിക്കാർക്കുള്ള ധനസഹായം, സബ്സിഡി എന്നിവയ്ക്കുള്ള പൂരിപ്പിച്ച അപേക്ഷകൾ 31/7/2023 മുമ്പായി അതാത് കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോറങ്ങൾ കൃഷിഭവനിൽ നിന്നും കോർപ്പറേഷന്റെ മെയിൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോട്ടടിയിൽ അന്തർ സംസ്ഥാന ബസ്സും മീൻ ലോറിയും കൂട്ടിയിടിച്ചു. ഒരു മരണം, 25ഓളം പേർക്ക് പരിക്ക്. മരിച്ചത് കാഞ്ഞങ്ങാട് സ്വദേശി അഹമ്മദ് സാബിഖ്. വ്യാജ മാധ്യമ പ്രവർത്തനത്തിനെതിരെ ക്യാമ്പയിനുമായി DYFI. മറുനാടിനെ സംരക്ഷിക്കുന്ന സുധാകരന്റേത് ഇരട്ടത്താപ്പെന്ന് VK സനോജ്. അധമ പ്രവർത്തനമാണ് ഷാജിന്റേതെന്ന് സനോജ്. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് യാഥാർത്ഥ്യത്തിലേക്ക്. ഈ മാസം 15-ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. യാഥാർത്ഥ്യമായത് മലയോര ജനതയുടെ ചിരകാല അഭിലാഷം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.